രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ TIR എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുമല്ലോ. അപ്പൊ ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ദ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, വെലോസിറ്റി ഓഫ് ഫോട്ടോൺ, ടെമ്പറേച്ചർ. ഹായ് ഓൾ, കീ ലേണിംഗിന്റെ മോർണിംഗ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി കെ. അപ്പൊ നമ്മൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് KTETന്റെ പ്രിപ്പറേഷൻ ആവശ്യമായ കാര്യങ്ങളും ചോദ്യങ്ങളിലൂടെ അല്ലെ, പല മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരിലും ഇത് ഒരുപാട് യൂസ്ഫുൾ ആകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഞങ്ങളിത് KTET എന്ന എക്സാം ആ ഒരു ദിവസം വരെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്തായാലും. അപ്പോൾ ഇന്ന് ഫിസിക്കൽ സയൻസിന് ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. അതേപോലെ തന്നെ കാറ്റഗറി 1ഉം 2ഉം എഴുതുന്ന ആൾക്കാരും കൂടെ ഈ ക്വസ്റ്റ്യനിലൂടെ ഒക്കെ ഒന്ന് പോവാട്ടോ. പൊട്ട് വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഹാപ്പൻസ് ഓൺലി വെൻ ഓപ്ഷൻസ് light travels from denser medium to rarer medium, light travels from rarer medium to denser medium, light travels through the line which separate two mediums, light incident normal to the plane of separation of two media. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന കണ്ടീഷൻ ആണ് അല്ലെ. എപ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ, പോസിബിൾ ആകണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ട് കണ്ടീഷൻസ് മസ്റ്റ് ആയിട്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ TIR എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുമല്ലോ. അപ്പൊ ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കണ്ടീഷൻ, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. ലൈറ്റ് ഡെൻസർ ടു റെയറർ മീഡിയം ആയിരിക്കണം ട്രാവൽ ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ആയിരിക്കണം ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ആംഗിൾ വരുന്ന ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. ദ ഇൻസിഡന്റ് റേ ഷുഡ് ബി, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, ഇപ്പൊ I ആണ് ക്രിട്ടിക്കൽ ആംഗിൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ θc ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കാം, ഒരു റേ, നിങ്ങൾക്കറിയാം എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്, ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഫുള്ളി ഈ വരുന്ന ലൈറ്റ് ഫുള്ളി തിരിച്ച് ഡെൻസർ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റിംഗ് ബാക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക അല്ലെ. നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫിനോമിനന്റെ ബേസിസിലാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ പോലെ നമ്മൾ ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബറും കാര്യങ്ങളും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ വരുന്ന ലൈറ്റ്, ഇതൊരു ഡെൻസർ മീഡിയ ആണെന്ന് വിചാരിക്കുക, ഇതൊരു റെയറർ മീഡിയ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൻസർ ടു റെയറർ മീഡിയം ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു നോർമൽ ഉണ്ടല്ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട് അല്ലെ. ഇൻസിഡന്റ് റേയും നോർമലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോഴത്തേക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R അല്ലേ, ഈ R എന്ന് പറയുന്നത് R ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയി മാറും. ഫോർ എ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി മാറും. ആ ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആക്കി മാറ്റുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്.
ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുക. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ മുകളിൽ പോയാൽ ഇൻസിഡന്റ് ആംഗിള് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ മുകളിൽ പോയാൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ആണ് വരുന്നത്. ഒന്ന്, ഡെൻസർ ടു റെയറർ മീഡിയ ആയിരിക്കണം ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. മറ്റതെന്ന് പറയുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ലൈറ്റ് ട്രാവൽസ് ഫ്രം റെയറർ മീഡിയം ഇത് വരത്തില്ല അല്ലെ. ഇപ്പൊ നമ്മൾ കണ്ടീഷൻ തന്നെ പറഞ്ഞു ത്രൂ ലൈൻ വിത്ത് സെപ്പറേറ്റ്. ഇത് ബാക്കി മൂന്നും അല്ല, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ കണ്ടീഷൻസ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു കണ്ടീഷൻ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ. എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. In photoelectric effect, the kinetic energy of ejected electron is directly proportional to frequency of light, intensity of light, velocity of photon, temperature. അപ്പൊ ചോദ്യം ഇനി അതിനു മുന്നേ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഒരു മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും അല്ലെ. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ HNU ഫ്രീക്വൻസിയിൽ ഫോട്ടോൺസ് അല്ലെങ്കിൽ HNU ഫ്രീക്വൻസിയിൽ ലൈറ്റ് വന്ന ഒരു മെറ്റൽ സർഫസിൽ തട്ടുമ്പോൾ ആ സർഫസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും, ഇജക്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കുക. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. എന്താ? HNU ഈസ് ഈക്വൽ ടു HNU0 പ്ലസ് ഹാഫ് mv സ്ക്വയർ അല്ലെ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ HNU എന്ന് പറയുന്നത്? വരുന്ന ഫോട്ടോണിന്റെ എനർജി അല്ല, വരുന്ന ലൈറ്റിന്റെ എനർജിയാണ്. ന്യൂ എന്ന് പറയുന്നത് വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ആണ്. HNU0നെ നമ്മൾ ഫൈ എന്നൊരു ടേമിലും കൂടെ വിളിക്കും അല്ലെ. ഫൈ എന്ന് പറയുന്നത് ഫൈ0 എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. വർക്ക് ഫംഗ്ഷൻ അല്ലെ. വർക്ക് ഫംഗ്ഷൻ ആ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജിക്കാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്നൊക്കെ പറയാം അല്ലെ. വർക്ക് ഫംഗ്ഷൻ ഹാഫ് mv സ്ക്വയർ എന്താ? ഇജക്റ്റഡ് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയാണ് ഹാഫ് mv സ്ക്വയർ വരിക. അപ്പൊ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഇപ്പൊ ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈ ഹാഫ് mv സ്ക്വയർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ ആരെയായിരിക്കും? നമ്മൾ ഈ തിയറി പഠിക്കുമ്പോൾ തന്നെ അതിന് കുറച്ച് പോസ്റ്റുലേറ്റ്സ് എന്ന രീതിയിൽ പഠിക്കുന്നുണ്ട്. ഒന്ന്, kinetic energy of photo electron അല്ലെങ്കിൽ ejected electron is directly proportional to the frequency of light ആണ്. Okay, kinetic energy of the electron is directly proportional to the frequency of light. ഇനി intensity of light will be proportional to number of electrons ejected. Intensity of light will be proportional to number of electrons ejected. ഈ ഒരു രണ്ട് കണ്ടീഷനും നമ്മൾ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഫ്രീക്വൻസി ആണോ, ഇന്റൻസിറ്റി ആണോ, വെലോസിറ്റി ആണോ, ടെമ്പറേച്ചർ ആണോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക അല്ലെ. ഫ്രീക്വൻസി ഓഫ് ലൈറ്റിനെയാണ്. കൈനറ്റിക് എനർജിക്ക് ഇന്റൻസിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല, വെലോസിറ്റി അല്ല, ടെമ്പറേച്ചർ ഓഫ് കോഴ്സ് ടെമ്പറേച്ചറും അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ഐൻസ്റ്റീന് നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയ സാധനമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ. അപ്പൊ ഹാഫ് HNU ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. HNU ഈസ് ഈക്വൽ ടു HNU0 പ്ലസ് ഹാഫ് mv സ്ക്വയർ. ന്യൂ0 എന്ന് പറഞ്ഞാൽ ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി ആണ്. എന്താ ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? നമ്മൾ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാനായിട്ട് ഒരു മിനിമം എമൗണ്ട് ഓഫ് ഫ്രീക്വൻസിയിൽ ലൈറ്റ് വന്ന് വീണാൽ മാത്രമേ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്ത് പോവുള്ളൂ. ആ മിനിമം എമൗണ്ട് ഓഫ് ഫ്രീക്വൻസിക്കാണ് നമ്മൾ ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഈ HNU0 എന്നുള്ള ഒരു ടേമിനെയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പൊ HNU is equal to HNU0 plus half mv സ്ക്വയർ. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. നോക്കാം. അപ്പൊ നോക്കിയേ, നമ്മുടെ അടുത്ത ചോദ്യം നോക്കിയേ.
The charge of 4 coulomb is moved from a point having potential 9 volt to another point having a potential 10 volt. The work done in moving the charge will be 1 joule, 4 joule, 36 joule, 40 joule. ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പൊ എന്ത് വരും നമ്മുടെ ചോദ്യം? ആൻസർ എന്ത് വരും? അല്ലെങ്കിൽ നമ്മൾ ഇത് ഏത് ടോപ്പിക്കിൽ നിന്ന്, ആദ്യം നമുക്കിത് ഏത് ടോപ്പിക്കിൽ നിന്നാണ്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് അല്ലെ വന്നേക്കണേ. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നേക്കുന്നത്? Q തന്നിട്ടുണ്ട് അല്ലെ? Q ഈസ് ഈക്വൽ ടു 4 കൂളം ചാർജ് തന്നിട്ടുണ്ട്. Q ഈസ് ഈക്വൽ ടു 4 കൂളം എന്ന് പറഞ്ഞ് ചാർജ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നേക്കുന്നത്? ഒരു പൊട്ടൻഷ്യലിൽ നിന്ന്, ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിൽ നിന്ന്, അതായത് 9 വോൾട്ട് പൊട്ടൻഷ്യലിൽ നിന്ന് 10 വോൾട്ട് പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ Q ചാർജ്, അതായത് 4 കൂളം ചാർജ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്കാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എങ്ങനെ നമുക്ക് ചെയ്യാം? ഏതാണ് നമ്മുടെ ഇക്വേഷൻ വരിക? നമുക്കറിയാവുന്ന എന്താ പൊട്ടൻഷ്യൽ എന്ന് പറയാ? ഒരു പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് ചാർജിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവിടെ നടത്തുന്ന വർക്ക്, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, V2 minus V1 അല്ലെങ്കിൽ ഡെൽറ്റ V is equal to V2 minus V1 is equal to work done divided by Q എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചവരാണല്ലേ നമ്മളൊക്കെ. ഇവിടെ V2 ഉം V1 ഉം തന്നിട്ടുണ്ടല്ലോ, 10 ഉം 9 ഉം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ചാർജ് തന്നിട്ടുണ്ട്. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? W is equal to Q into V2 minus V1 ആണ് അല്ലെ? Q into V2 minus V1. Q എത്രയാ? 4 ആണ്. 4 into 10 minus 9 എത്ര വരും? 4 ജൂൾ വരും അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരിക. 4 ജൂൾ ആണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ? 4 ജൂൾ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ഇനി അതേപോലെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ. അതെന്താന്ന് ഓർക്കണ്ടോ? V is equal to 1 by 4 pi epsilon 0 എന്ത് വരും? Q by R എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? 1 by 4 pi epsilon 0 Q1 Q2 by R square അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷനും അതേപോലെ തന്നെ ഈ ഒരു ഇക്വേഷനും ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Okay, when light incident normally on a transparent medium, എന്താ സംഭവിക്കുക? The angle of reflection and angle of refraction are equal. Light will not enter into the medium. The angle of reflection depends on the medium. There will be no reflection. എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? അതായത് ഡയറക്റ്റ് ആയിട്ട് നോർമലിലൂടെയാണ് നമ്മുടെ ലൈറ്റ് വന്ന് പാസ് ചെയ്യുന്നതെങ്കിൽ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻറ്റർ ചെയ്യുന്നത് നോർമലിലൂടെ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ എന്താ പറയാ, എന്താണ് സംഭവിക്കുക എന്നാ ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ സ്നെൽസ് ലോ പഠിച്ചവരാ. എന്താ സ്നെൽസ് ലോ? N is equal to അല്ലെങ്കിൽ sin I by sin R is a constant equal to n എന്നും പറഞ്ഞ് സ്നെൽസ് ലോ പഠിച്ചതാ. ഇനി എന്താണ് ഈ I എന്ന് ഉദ്ദേശിക്കുന്നത്? ഇൻസിഡന്റ് ആംഗിൾ, ഇൻസിഡന്റ് റേയും നോർമലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലെ? ഇൻസിഡന്റ് റേയും നോർമലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോർമലിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാ വരിക? ഇൻസിഡന്റ് ആംഗിളും നോർമലും കൂടെ മേക്ക് ചെയ്യുന്നത് എന്താ വരിക? തീറ്റ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു 0 വരും അല്ലെ? I ഈസ് ഈക്വൽ ടു 0 ആണ് വരിക. അപ്പൊ സൈൻ I എന്ന് പറയുന്നത് സൈൻ 0 ആയി മാറും. 0 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് സ്യൂട്ട് ആയിട്ട് മാറുന്ന ഓപ്ഷൻ ഏതാണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ഈക്വൽ അല്ല, അതല്ല സംഭവിക്കുക. ലൈറ്റ് വിൽ നോട്ട് എൻ്റർ ഇൻ ടു ദ മീഡിയം അല്ല, ലൈറ്റ് എൻ്റർ ചെയ്യും എന്തായാലും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം. ദർ വിൽ ബി നോ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ സംഭവിക്കാൻ പാടില്ലായിരിക്കൊന്നുമില്ല അല്ലെ? The angle of refraction answer, correct answer വരിക ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. അപ്പൊ നമുക്ക് ഒരേ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. sin I by sin R is a constant അല്ലെ? ഐയിലൂടെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സോറി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻസിഡന്റ് റേയും നോർമലും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ. അത് 0 ആയി കഴിഞ്ഞാൽ sin I യും 0 ആയി മാറും അല്ലെ?
അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് കണ്ടന്റിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ത്രൂ നിങ്ങളിലേക്ക് കണ്ടന്റ് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതേപോലുള്ള ടോപ്പിക്കുകളായിട്ട് മോർണിംഗ് ബൂസ്റ്ററിലൂടെ കീയിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ കാണാം. താങ്ക് യു.